ഹായ് ഹലോ, സീരിയൽ വിശേഷങ്ങൾ മുന്നേ അറിയുവാനായി ഈ ചാനൽ നിർബന്ധമായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ അടിക്കുക. ഇന്നത്തെ പത്തരമാറ്റ് എപ്പിസോഡിൽ സ്ത്രീകളെല്ലാവരും ഗോൾഡ് പർച്ചേസ് ചെയ്യുകയായിരുന്നു. ദേവയാനി വളയൊക്കെ സെലക്ട് ചെയ്തു. അതിനിടയിൽ നവ്യയും നയനയും അവർ ജ്വല്ലറി സെലക്ട് ചെയ്യുന്നുണ്ടായിരുന്നു അനാമികയ്ക്ക് വേണ്ടി. ഇതിനിടെ ജലജ എന്തൊക്കെയോ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നുണ്ട് നയനയും നവ്യയ്ക്കും എതിരായിട്ട്. കഴിഞ്ഞ നയന ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു, ഫോണിങ്ങനെ നോക്കി ചിന്തിക്കുകയായിരുന്നു, ആദർശത്തിന് എന്തെടുക്കാവോ എന്നൊക്കെ ചിന്തിച്ച് ഫോൺ നോക്കുമ്പോൾ ഒരുപാട് മിസ് കോൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നയന തിരിച്ചങ്ങോട്ട് വിളിക്കുന്നതേ ഇല്ല. അങ്ങനെ അഹങ്കാരം പാടില്ല എന്ന് പറഞ്ഞ് തിരിച്ച് വിളിക്കുന്നതേ ഇല്ല. അങ്ങനെ അനന്തപുരിയിൽ എല്ലാവരും കൂടി ഇങ്ങനെ ചർച്ച ചെയ്യുകയാണ്. എങ്ങനെയെങ്കിലും പിള്ളച്ചേട്ടൻ ഞങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ വളരെ നന്നായേനെ എന്നൊക്കെ പറയുകയും അങ്ങനെ പക്ഷേ മുത്തശ്ശൻ അതിന് സമ്മതിക്കുമോ എന്നൊക്കെ ചർച്ച ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശൻ്റെ അടുത്തേക്ക് അവർ ചെല്ലുകയും അവർ സംസാരിക്കുമ്പോൾ ഇവരെല്ലാവരും അടുത്തേക്ക് ചെല്ലുകയും അപ്പോൾ ഷെഫിന് മനസ്സിലാവുന്നുണ്ട് എന്തോ പറയാൻ വന്നതാണ് എന്നൊക്കെ മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞാൻ കല്യാണത്തിന് ഉണ്ടാവില്ല, പക്ഷെ നിങ്ങളെല്ലാവരുടെയും കറി ടേസ്റ്റ് ചെയ്തിട്ടേ പോകുന്നുള്ളൂ എന്നും കൂടി പറഞ്ഞപ്പോൾ എല്ലാവരും ആകെ ടെൻഷനിലായി. എന്ത് ചെയ്യും എന്നറിയാൻ വയ്യാതെ ഇരിക്കുകയാണ് എല്ലാവരും. ഇനിയിപ്പോൾ നയനയൊക്കെ അവർ വന്നിട്ട് പെട്ടെന്ന് ഫുഡ് ഉണ്ടാക്കി കഴിക്കലേ വഴിയുള്ളൂ എന്നൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ എല്ലാവരും കൺഫ്യൂസ്ഡ് ആയിരിക്കുമ്പോൾ അവിടേക്ക് ഷെഫ് വരികയും ഷെഫ് ഇറങ്ങാനാവുമ്പോൾ മുത്തശ്ശൻ കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഷെഫ് പറയുന്നുണ്ട്, ഏതായാലും എനിക്ക് കല്യാണത്തിന് പങ്കെടുക്കാൻ പറ്റിയില്ല, ഇനി നമുക്ക് എല്ലാവർക്കും ഒത്തുകൂടി പാചകം ചെയ്തിട്ട് ഞാൻ പോകുന്നുള്ളൂ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും സമാധാനമാവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ എല്ലാവരും കൂടി പാചകം ചെയ്യാൻ വേണ്ടി കിച്ചണിലേക്ക് പോവുകയും ചെയ്യുന്നുണ്ട്. ഇതിനിടെ എല്ലാവരും പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. ഇതിനിടെ നയനയും നവ്യയും ജലജയും ദേവയാനിയും ഒരുപാട് കുത്തുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശി അവരെ വഴക്ക് പറയുന്നുമുണ്ട്. അങ്ങനെ തകർപ്പൻ പാചകം നടക്കുകയാണ് അനന്തപുരിയിൽ. അങ്ങനെ എല്ലാവരും തിരിച്ചു മടങ്ങി പോകുമ്പോഴേക്ക് നല്ല സ്മെല്ലടിക്കുന്നുണ്ടല്ലോ എന്ന് മുത്തശ്ശി പറയുകയും ചെയ്യുന്നുണ്ട്. ഇതുവരെ ഇല്ലാത്ത സ്മെല്ലാണല്ലോ എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. ഞാനിങ്ങനെ ചിന്തിക്കായിരുന്നു, ഇങ്ങനെയൊക്കെ കേൾക്കാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ ഞാനിങ്ങനെ ചിന്തിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവർ ഉള്ളിലേക്ക് പോകാനൊരുങ്ങുമ്പോൾ നവ്യ പറയുന്നുണ്ടായിരുന്നു, ഇങ്ങനെയെങ്കിൽ ഇനി ഇവരെ തന്നെ ഏൽപ്പിക്കേണ്ട വരുമോ പാചകം എന്ന് പറയുമ്പോൾ അതിനെ വിമർശിച്ചുകൊണ്ട് ദേവയാനി ഒരുപാട് അവളെ കുറ്റം പറയുകയും ചെയ്യുന്നുണ്ട്. ഇതോടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നുണ്ട്.